ടേസ്റ്റിയാണ്, അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചാണ്. ഇവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ആവിയിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഈ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിൻ്റെ പാകത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അരഞ്ഞു കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളം കുറച്ചായിട്ട് മാത്രം ചേർക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ 1/2 കപ്പും ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നോക്കി മാത്രം ചേർക്കുക. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു കൂട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. റവയൊക്കെ ചേർത്തത് കൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നോക്കൂ, ആ ഒരു കൂട്ട് കുറച്ച് കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നേരത്തെ ഉണ്ടായിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. ഇതുപോലത്തെ കൂട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുത്താൽ മതി. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. വെള്ളയപ്പ ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 1 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. അതുപോലെ എണ്ണ ഇങ്ങനെ മുകളിലേക്ക് തട്ടിക്കൊടുക്കുക. നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ തയ്യാറാക്കാറില്ലേ, ആ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ ചൂടായിരിക്കണം. ഫ്രൈ ചെയ്യേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.